ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മെക് സ്റ്റുഡിയോ. അപ്പോൾ ആവേശകരമായ ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ടെസ്റ്റ് പോരാട്ടം വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാസ്ബോൾ ശൈലിയിൽ ഇന്ത്യയെ തറപറ്റിക്കാമെന്ന ബെൻ സ്റ്റോക്സിൻ്റെ ഇംഗ്ലണ്ടിൻ്റെ തന്ത്രങ്ങൾ പാടെ പൊളിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ലോകോത്തര നിലവാരമുള്ള സ്പിൻ ത്രയോ. അപ്പോൾ ആദ്യ സെഷൻ കഴിയുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 108 റൺസായിരുന്നു ഇംഗ്ലണ്ട് നേടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ രണ്ടാം സെഷൻ തുടക്കം മുതൽ തന്നെ തകർച്ചയിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുകയാണ് ഇംഗ്ലണ്ട്. രണ്ടാം സെഷൻ നിലവിൽ പുരോഗമിക്കുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 141 റൺസാണ് ഇംഗ്ലണ്ടിൻ്റെ സമ്പാദ്യം. നായകൻ ബെൻ സ്റ്റോക്സും രഹാൻ അഹമ്മദ് എന്ന സ്പിന്നറുമാണ് നിലവിൽ ഇംഗ്ലണ്ടിന് വേണ്ടി ക്രീസിലുള്ളത്. 33 പന്തിൽ 10 റൺസ് എടുത്ത 10 റൺസുമായി ബെൻ സ്റ്റോക്സും 5 പന്തിൽ 2 റൺസുമായി രഹാൻ അഹമ്മദുമാണ് നിലവിൽ ഇംഗ്ലണ്ടിന് വേണ്ടി ക്രീസിലുള്ളത്. ശരിക്കും തുടക്കം മുതൽ തന്നെ ആക്രമണം സാക് റോളി, ബെൻ ഡക്കറ്റ് ഓപ്പണിംഗ് സഖ്യത്തിലൂടെ തുടക്കം മുതൽ തന്നെ ഇന്ത്യക്ക് മേൽ ആക്രമിച്ചു കളിക്കാമെന്ന ഇംഗ്ലണ്ടിൻ്റെ തന്ത്രം ശരിക്കും ആദ്യ സെഷൻ്റെ പകുതി മുതൽ തന്നെ ഇന്ത്യ പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അശ്വിൻ, ജഡേജ, അക്സർ പട്ടേൽ തുടങ്ങിയ ഇന്ത്യയുടെ 3 മികച്ച സ്പിന്നർമാർ ലെവലിലേക്ക് എത്തിയതും അതോടൊപ്പം തന്നെ ഇവർ 3 പേരും ഇന്നിങ്സ് ബോൾ ചെയ്യാൻ അല്ലെങ്കിൽ അവർ എപ്പോൾ മുതലാണ് പന്ത് കയ്യിലെടുത്ത് തുടങ്ങി അപ്പോൾ മുതൽ ശരിക്കും ഇംഗ്ലണ്ടിൻ്റെ കഷ്ടകാലം തുടങ്ങിയത് തന്നെയായിരുന്നു. അശ്വിൻ 12 ഓവർ എറിഞ്ഞപ്പോൾ 25 റൺസ് വഴങ്ങി 2 വിക്കറ്റ് നേടി. ഒപ്പം അക്സർ പട്ടേൽ 12 ഓവറിൽ നിന്ന് 32 റൺസ് വഴങ്ങി 2 വിക്കറ്റ് നേടി. അപ്പോൾ ജഡേജയും ഒട്ടും പുറകിലല്ല, 13 ഓവറിൽ 43 റൺസ് വഴങ്ങി രവീന്ദ്ര ജഡേജയും ഇംഗ്ലണ്ടിൻ്റെ വിലപ്പെട്ട 2 വിക്കറ്റുകൾ പിഴുതെറിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ നേടിയ 6 വിക്കറ്റുകളും സ്പിന്നർമാരാണ് നേടിയതെന്നാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകതയുള്ള കാര്യം. മുഹമ്മദ് സിറാജും ജസ്പ്രീത് ബുംറയും ഇന്നിങ്സ് ഓപ്പൺ ചെയ്തില്ലെങ്കിലും വിക്കറ്റ് ഒന്നും ലഭ്യമായിരുന്നില്ല. ശരിക്കും ഈ ഒരു 3 സ്പിൻ ട്രയോ തന്നെയാണ് ഇംഗ്ലണ്ടിനെ ശരിക്കും ഇപ്പോൾ കടപുഴയ്ക്കുന്നത്. നമുക്കറിയാം, സ്പിന്നർമാരെ അനുകൂലിക്കുന്ന പിച്ചിൽ 3 സ്പിന്നർമാരുമായിട്ട് ഇംഗ്ലണ്ടിനെ നേരിടാനൊരുങ്ങിയ ഇന്ത്യ ശരിക്കും ഒരു മികച്ച തുടക്കം തന്നെയാണ് നിലവിൽ ആദ്യ സെഷനിൽ തന്നെ നേരിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ രണ്ടാം സെഷനും പുരോഗമിക്കുമ്പോൾ വളരെ മികച്ച പ്രകടനമാണ് ഇന്ത്യൻ ബോളേഴ്സ് ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാർക്ക് മേൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലണ്ടിൻ്റെ സ്കോർ കാർഡിലേക്ക് വരികയാണെങ്കിൽ ഓപ്പണർ സാക് റോളി 20 റൺസും ബെൻ ഡക്കറ്റ് 35 റൺസും എടുത്തപ്പോൾ വണ്ടവണായി എത്തിയ ഒലി പോപ്പും ബീൻ ഫോക്സും നിരാശപ്പെടുത്തി. ഒലി പോപ്പ് 1 റൺസിനും ബീൻ ഫോക്സ് 4 റൺസിനുമാണ് പുറത്തായത്. രണ്ടാം സെഷൻ്റെ തുടക്കം മുതൽ തന്നെ ഇംഗ്ലണ്ടിന് വേണ്ടി ക്രീസിലുണ്ടായിരുന്ന താരങ്ങളായിരുന്നു ജോ റൂട്ടും ജോണി ബെയർസ്റ്റോയും. അശ്വിൻ്റെയും ജഡേജയുടെയും ഒക്കെ പന്തുകൾ സാവധാനം നേരിട്ടുകൊണ്ട് സ്കോർ ബോർഡ് വളരെ സാവധാനത്തിൽ തന്നെ സെഞ്ചുറി പാർട്ട്ണർഷിപ്പ് 100 റൺസ് വരെ എത്തിച്ചുകൊണ്ട് ജോ റൂട്ട് 29 റൺസിനും ജോണി ബെയർസ്റ്റോ 37 റൺസിനുമാണ് നിലവിൽ പുറത്തായിട്ടുള്ളത്. അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ച 2 താരങ്ങൾ തന്നെയായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ നിരയിൽ ജോ റൂട്ടും ജോണി ബെയർസ്റ്റോയും. നിലവിൽ നായകൻ ബെൻ സ്റ്റോക്സും മിസ്റ്ററി സ്പിന്നർ രഹാൻ അഹമ്മദുമാണ് ഇംഗ്ലണ്ടിന് വേണ്ടി ക്രീസിലുള്ളത്. നിലവിൽ ഏറ്റവും ഒടുവിൽ വിവരം കിട്ടുമ്പോൾ 46.2 ഓവറിൽ 144 റൺസ് 6 വിക്കറ്റ് നഷ്ടത്തിൽ 144 റൺസുമായാണ് ഇംഗ്ലണ്ട് ബാറ്റിംഗ് തുടരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മെക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് എത്ര വേഗം നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.